എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെ വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ്, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് കണ്ണും കാഴ്ചയും, അതായത് ഐ ആൻഡ് വിഷൻ. നമുക്കറിയാം, നമ്മൾ വസ്തുക്കളെല്ലാം കാണുന്നുണ്ട്, പല നിറത്തിലുള്ള വസ്തുക്കളൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ്? നമ്മുടെ കണ്ണുപയോഗിച്ചിട്ടാണ് അല്ലേ ഈ വസ്തുക്കളൊക്കെ കാണുന്നത്. അപ്പം ഈ കണ്ണും കാഴ്ചയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ണിന്റെ സ്ട്രക്ചറൊക്കെ ബയോളജിയിൽ പഠിക്കുന്നതാണല്ലോ അല്ലേ? ബയോളജിയിൽ ഓരോരോ പാർട്സുകളൊക്കെയാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. കണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഐറിസും കോർണിയയും പ്യൂപ്പിളും സിലിയറി മസിൽസും ഇതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഐറസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അത് കണ്ടില്ല, ഐറസ് എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷൻ എന്താ? ഈ ഒരു പോർഷൻ ഐറസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഐറസിന്റെ മധ്യഭാഗത്താണ് നമ്മുടെ പ്യൂപ്പിൾ ഇല്ലേ? പ്യൂപ്പിൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഈ പ്യൂപ്പിളിൽ കൂടെ, അല്ലെങ്കിൽ ഐറസിന്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളിൽ കൂടെ എവിടെ ചെല്ലുന്നുണ്ട്? നമ്മുടെ ലെൻസിൽ ചെല്ലുന്നുണ്ട്. ഇത് ഏത് ലെൻസ് ആണ്? കണ്ണിന്റെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? കണ്ണിലെ ലെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ? കൺവേർജ് ചെയ്തിട്ട് ഇമേജ് എവിടെയാണ് ഉണ്ടാകുന്നത്? റെറ്റിന എന്ന് പറഞ്ഞ പോർഷൻ എവിടെയാണ്? ഇത് കണ്ടില്ലേ, റെറ്റിന. അപ്പൊ ഈ റെറ്റിനയിലാണ് ഇമേജ് ഉണ്ടാകുന്നത് ഇല്ല? അപ്പൊ അങ്ങനെ ഇമേജ് ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ സെൻസേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന വസ്തുവാണെന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ കണ്ണിന്റെ പാർട്സുകൾ ഒരുപാടുണ്ട്. സിലിയറി ബോഡി ആൻഡ് സിലിയറി മസിൽസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിലിയറി മസിൽസുകളാണ് നമ്മുടെ ഈ ലെൻസിനെ കൺട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് ലൈറ്റൊക്കെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രാക്ഷൻ ഒക്കെ നടക്കണം. ഈ ലെൻസ് വികസിക്കുകയോ അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ സിലിയറി മസിൽസുകളാണ്. ക്ലിയർ ആയാലോ? നമ്മൾ ഇതിന്റെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും കേട്ടോ. കൂടുതൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ, വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പീപ്പിളിൽ കൂടെ ലെൻസിലേക്ക് ലൈറ്റ് വന്ന് വീണ്ടും റെറ്റിനയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഫിസിക്സുമായിട്ട് പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് നമുക്ക് നോക്കാം. ഇതവിടെ നോക്കിയേ, ഈ ചിത്രം നോക്കിയേ. കണ്ണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കണ്ണിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ലെൻസിന്റെ കാര്യങ്ങളുമായിട്ട് പഠിച്ചിട്ടുള്ള ഇമേജ് ഫോർമേഷൻ അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താണ് ഇരിക്കുന്നത്? ഒരു ക്യാൻഡിൽ അല്ലേ, ഒരു കത്തിച്ച മെഴുകുതിരി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എന്താണ്? ലെൻസ് ആണ്. ഇത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? കണ്ണിന്റെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? നോക്കിയ സ്ക്രീൻ. ഇവിടെ ഒരു സ്ക്രീൻ ആണ്. കണ്ണിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിന്റെ സ്ക്രീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? റെറ്റിനയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന് ഏകദേശം ഒരു ഫോക്കൽ ലെന്ത് കേട്ടോ. ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ കേട്ടോ. ഒരു 10 സെന്റിമീറ്റർ ഉള്ള ഫോക്കൽ ലെന്താണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതാണ് വസ്തു. ഈ ഒബ്ജക്റ്റിൽ നിന്നും ലെൻസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 20 സെന്റിമീറ്റർ വെച്ചു. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് ഇമേജ് ഇവിടെ ഉണ്ടായി? ക്ലിയർ ആവുന്നുള്ളൂ. അതേ രീതിയിൽ തന്നെ കണ്ണിലും ഇവിടെ എന്താണ്? ഒരു വസ്തു ഇവിടെ ഇരിപ്പുണ്ട്. 20 സെന്റിമീറ്റർ അകലത്തിലാണ് ഇരിക്കുന്നത് കണ്ണിൽ നിന്നും. കണ്ണിൽ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പം റെറ്റിനൽ ഇമേജ് ഉണ്ടായി. ക്ലിയർ ആയല്ലോ? അപ്പം ഇവിടെ പ്രതിബിംബം നമ്മൾ രൂപീകരിച്ചു. നമ്മുടെ റേ ഡയഗ്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ലെൻസും ക്യാൻഡിലും ഉപയോഗിച്ച് നമ്മളിവിടെ പ്രതിബിംബം അവിടെ ഉണ്ടായില്ല. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് കണ്ണിലും പ്രതിബിംബം രൂപീകരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ എന്താണ്? ഇവിടെ ഒരു വസ്തുവാണ് ഇരിക്കുന്നത്. അതിന് പകരം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഒരു ക്യാൻഡിലാണ് ഇല്ല, ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന് പകരം ഇവിടെ എന്താണ്? ഒബ്ജക്റ്റിന് ഇവിടെ ക്യാൻഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ്? ലെൻസ് ഇല്ലേ? ഇത് ഐയുടെ ലെൻസ് ആണ്. ഇവിടെ ഐയുടെ ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ഇല്ലേ? നമ്മുടെ സാധാരണ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചു. പിന്നെന്താണ്? ഇമേജ് ഉണ്ടാകുന്ന റെറ്റിന. കണ്ണിനെ സംബന്ധിച്ചോളം ഇമേജ് ഉണ്ടാകുന്ന റെറ്റിനയിലാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുമാണ് ഇമേജ് ഉണ്ടാകുന്നത്. സെയിം രീതിയിലാണ് ഇവിടെ പ്രതിബിംബം രൂപീകരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുവാണ്, ഫോക്കൽ ലെങ്ത് എന്നാണ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ഒക്കെയാന്ന് പറഞ്ഞു. ഇനി അതുപോലെ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ മാറ്റി വെച്ചു, അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് നമ്മൾ മാറ്റുവാണ്. അതായത് ഏകദേശം ഒരു 30 സെന്റിമീറ്റർ വെക്കുവാണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു 30 സെന്റിമീറ്റർ വെച്ചു. മനസ്സിലായി? അതായത് ഈ ഒബ്ജക്റ്റിനെ ഇച്ചിരി പുറകോട്ട് നീക്കി വെച്ചു. ക്ലിയർ ആയല്ലോ? അതായത് കണ്ണിൽ നിന്നും ഈ വസ്തുവിനെ പുറകോട്ട് നീക്കി വെച്ചു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ സമയത്ത് നോക്കുക, ആ സമയത്ത് ഇവിടെ ഇമേജ് ഉണ്ടാവുമോ?
ഈ 20 സെൻറ്റിമീറ്റർ നമ്മൾ മാറ്റി വെച്ച് 30 സെൻറ്റിമീറ്റർ വെച്ച്, അതായത് ഈ ക്യാൻഡിലിനെ കുറച്ചുകൂടെ പുറകു ഭാഗത്തേക്ക് വെച്ചു. ഇതാ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചു. പുറകിലാണ് ക്യാൻഡിൽ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് മാറ്റി ഒബ്ജക്റ്റിനെ വെച്ചു. അപ്പോൾ ഇവിടെ ഇമേജ് ഉണ്ടാവുമോ? സ്ക്രീനിൽ ഇമേജ് ഉണ്ടാവുമോ? ഇല്ല. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വസ്തുവിലേക്കുള്ള ദൂരം അവിടെ വ്യത്യാസം വന്നു. അതുപോലെ തന്നെയല്ലേ ഇവിടെ ഇമേജ് ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? റെറ്റിനയിൽ ഉണ്ടാവുന്നില്ല. റെറ്റിനയിൽ ഇമേജ് ഉണ്ടാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇനി നമ്മൾ ഈ 10 സെൻറ്റിമീറ്റർ ലെൻസ് അല്ലേ വെച്ച്, 10 സെൻറ്റിമീറ്റർ ലെൻസ് മാറ്റി വെച്ച് 12 സെൻറ്റിമീറ്റർ ലെൻസ് വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിസ്റ്റൻസ് ഇത് തന്നെയാണ്, 30 സെൻറ്റിമീറ്റർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 12 സെൻറ്റിമീറ്റർ വെച്ച് കഴിയുമ്പോൾ, 12 സെൻറ്റിമീറ്ററുള്ള ലെൻസ് വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ നമുക്ക് ഇമേജ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇമേജ് കിട്ടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇമേജ് ഉണ്ടാകാൻ കാരണം എന്താണ്? ഡിസ്റ്റൻസ് മാറി. ഡിസ്റ്റൻസ് മാറിയപ്പോൾ, വസ്തുവിലേക്കുള്ള ദൂരം മാറിയപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് നമ്മളിവിടെ ഉപയോഗിച്ചു. മനസ്സിലായല്ലോ? വസ്തുവിലേക്കുള്ള ദൂരം മാറിയപ്പോൾ അതിന് അനുയോജ്യമായ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് നമ്മൾ ഉപയോഗിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ ഇരിക്കും. ഒന്നുകിൽ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്. പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പ്രതിബിംബം ഈ ഒരു സ്ക്രീനിൽ തന്നെ കിട്ടണം, അല്ലേ? പ്രതിബിംബം ഈ ഒരു സ്ക്രീനിൽ തന്നെ കിട്ടണമെങ്കിൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ വ്യത്യാസപ്പെടുത്തിയില്ലേ? ലെൻസിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തിയത് കൊണ്ടല്ലേ ഈ സ്ക്രീനിൽ തന്നെ ഇമേജ് കിട്ടിയത്, ഡിസ്റ്റൻസ് മാറ്റിയപ്പോൾ. അതായത് വസ്തു എവിടെ ഇരുന്നാലും എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലേ? സ്ക്രീൻ ഇവിടെ മാറ്റുന്നില്ല, കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ തന്നെ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന് വ്യത്യാസം വന്നു, അല്ലേ? അതുപോലെ തന്നെയാണ് കണ്ണിന്റെ കാര്യത്തിലും വരുന്നത്. നമുക്കറിയാം റെറ്റിനയിൽ ഇമേജ് കിട്ടിയാലുള്ള നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. റെറ്റിനയിലാണ് കൃത്യമായിട്ട് ഇമേജ് കിട്ടേണ്ടത്. ഇവിടെ ഡിസ്റ്റൻസ് മാറിയപ്പോൾ റെറ്റിനയിൽ ഇമേജ് ഉണ്ടാവുമോ? ഇല്ല. മനസ്സിലായില്ല? ഡിസ്റ്റൻസ് മാറിയ. അപ്പൊ എന്ത് ചെയ്യണം? ഈ കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ മാറണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ മാറിയാൽ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് ഇവിടെ ഇമേജ് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പം വസ്തു എവിടെ ഇരുന്നാലും, മനസ്സിലാക്കോട്ടെ, വസ്തു എവിടെ ഇരുന്നാലും എന്താണ്, നമുക്ക് കൃത്യമായിട്ട് റെറ്റിനയിൽ, ഇതാണ് റെറ്റിന, ഈ റെറ്റിനയിൽ നമുക്ക് ഇമേജ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യണം? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ അതനുസരിച്ചിട്ട് മാറണം, അല്ല? അതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്രമീകരിക്കണം. ക്ലിയർ? അപ്പൊ അതെങ്ങനെയായിരിക്കും ക്രമീകരിക്കുന്നത്? അങ്ങനെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറിയാൽ മാത്രമേ കൃത്യമായിട്ട് ഇവിടെ ഇമേജ് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നിന്ന് കണ്ടു. മനസ്സിലല്ല? അപ്പം ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അവിടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ മസിൽസുകളുണ്ട്. അതായത് ലെൻസിനെ റിലാക്സ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന മസിൽസ് ഏതാണ്? സിലിയറി മസിൽസുകളാണ്. ക്ലിയർ ആയ പറഞ്ഞു? ഈ സിലിയറി മസിൽസിന്റെ സഹായത്തോടെ ഈ കണ്ണിന്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ എന്താണ് ഫോക്കസ് ദൂരം അവിടെ വ്യത്യാസം വരും. അതെങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഇവിടെ സിലിയറി മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ സിലിയറി മസിൽസ് എന്താണ് ചെയ്യുന്നത്? ഈ ലെൻസ് ഉണ്ടല്ലോ, കണ്ണിന്റെ ലെൻസിന്റെ കർവേച്ചർ അവിടെ ക്രമീകരിക്കും. ലെൻസ് ആണല്ലോ, ലെൻസിന്റെ കർവേച്ചർ എന്ന് വെച്ചാൽ ആ വക്രത ഉണ്ടല്ലോ, ആ വക്രത ക്രമീകരിച്ച് ഫോക്കസ് ദൂരം അവിടെ വ്യത്യാസപ്പെടും. വസ്തു ഇവിടെ ഇരുന്നാലും കണ്ടില്ലേ, വസ്തു ഇവിടെ ഇരുന്നാലും എന്താണ് നമുക്ക് കൃത്യമായിട്ട് റെറ്റിനയിൽ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്തിന് വ്യത്യാസം വരണം. നമ്മൾ കണ്ടു. കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോക്കൽ ലെങ്തിന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? സിലിയറി മസിൽസുകളുണ്ട്. ഈ സിലിയറി മസിൽസ് ഈ ലെൻസിന്റെ കർവേച്ചർ വ്യത്യാസപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം വ്യത്യാസപ്പെടുമ്പോൾ അതനുസരിച്ചിട്ട് ഫോക്കസ് ദൂരവും അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തും അവിടെ വ്യത്യാസം വരും. ക്ലിയർ ആയാലോ? ഈ സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് സങ്കോചിക്കുമല്ലേ, സങ്കോചിക്കുമ്പോൾ ഈ ലെൻസിന്റെ കർവേച്ചർ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സങ്കോചിക്കുമ്പോൾ എന്താണ് കർവേച്ചർ, ലെൻസിന്റെ കർവേച്ചറിൽ നിന്ന് എന്ത് സംഭവിക്കും? കർവേച്ചർ അവിടെ കൂടും, ലെൻസിന്റെ കർവേച്ചർ കൂടും. അപ്പോൾ ഫോക്കൽ ലെങ്ത് അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഫോക്കൽ ലെങ്ത് അവിടെ കുറയും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പം എന്താണ് നമ്മൾ കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ അടുത്തത് എവിടെയാണെന്ന് ചോദിച്ചു. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ വസ്തു ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സിലിയറി മസിൽസുകളുണ്ടല്ലോ, സിലിയറി മസിൽസ് അവിടെ കൺട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കോട്ടെ. വസ്തു അടുത്തിരിക്കുമ്പോൾ, നിയർ ആയിട്ടിരിക്കുമ്പോൾ സിലിയറി മസിൽസ് അവിടെ കൺട്രാക്ട് ചെയ്യും. സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ലെൻസിന്റെ വക്രത അവിടെ കൂടുവാണ് ചെയ്യുന്നത്. കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം അത് വക്രത എന്ന് വെച്ചാൽ കർവേച്ചർ ഉണ്ട്, നല്ലോണം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരും. കർവേച്ചർ അവിടെ കൂടും. കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത് അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കൃത്യമായിട്ട് റെറ്റിനയിൽ ഇമേജ് വരും.
ഇനി ദൂരെയുള്ള വസ്തുക്കളാണെന്ന് വിചാരിച്ചോ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോ, ദൂരെയുള്ള വസ്തുക്കളെ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ സിലിയറി മസിൽസ് എങ്ങനെയാ റിലാക്സ് ചെയ്യും, സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പൊ അവിടെ കർവേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്ന എന്ത് സംഭവിക്കും? കർവേച്ചർ അവിടെ കുറയും. സിലിയറി മസിൽസ് റിലാക്ട് ചെയ്യുമ്പോൾ ആ ലെൻസ് ഉണ്ടല്ലോ, ലെൻസ് നമുക്ക് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഈ ലെൻസ് എന്താ ലെൻസിനെ ഫ്ലാറ്റ് ആവുക എന്നത് അവിടുത്തെ കർവേച്ചർ, ലെൻസ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അത് നല്ലോണം ഫ്ലാറ്റ് ആവും, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വരും. ഈ കർവേച്ചർ മാറി വെച്ച് മനസ്സിലാക്കുക കേട്ടോ. അതേ കർവേച്ചർ ഇപ്പൊ ഇത് കൂടുതലാണെന്ന് ചോദിച്ചത്, ഇപ്പൊ കൂടുതലായി നമ്മളെന്താണ് സംഭവിക്കുന്നത്? ദൂരെയുള്ള വസ്തുക്കളാണ് ഇരിക്കുന്നതെങ്കിൽ എന്നാണ് ഇത് റിലാക്സ് ചെയ്യും. സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുമ്പോൾ എന്താണ് കർവേച്ചർ അത്ര ഉണ്ടായാലും ചെറിയൊരു കർവേച്ചർ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാവുന്ന? കർവേച്ചർ കുറയുമ്പോൾ അവിടുത്തെ ഫോക്കൽ ലെന്ത് കൂടും. മനസ്സിലാവും? അപ്പൊ ലെൻസിന്റെ ഫോക്കൽ ലെന്ത് കൂടി. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഇമേജ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ലെൻസിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുന്നത്. നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇവിടെ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ലെൻസിന് ഫോക്കൽ എന്നുള്ള പല ലെൻസുകളും നമ്മൾ ഉപയോഗിച്ചു. അതുപോലെ നമുക്ക് കണ്ണിന് മാറ്റാൻ പറ്റുമോ? ഇല്ല. കണ്ണിന്റെ ഫോക്കൽ ലെന്തിന് അല്ലെങ്കിൽ ഫോക്കസ് ദൂരത്തിന് വ്യത്യാസപ്പെടുത്തുന്ന ആരാണ്? സിലിയറി മസിൽസുകളാണ്. മനസ്സിലായോ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അടുത്തുള്ള വസ്തു ഇതാണ്, അടുത്തുള്ള വസ്തു അവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും, സങ്കോചിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കർവേച്ചർ അവിടെ കൂടുവാണ് ചെയ്യുന്നത്. വക്രത, കർവേച്ചർ അല്ലെങ്കിൽ വക്രത എന്ന് പറയും കേട്ടോ മലയാളത്തിൽ. വക്രത അവിടെ കൂടും അല്ലേ? അതായത് നല്ലോണം കർവ്ഡ് ആയിട്ടിരിക്കും, കർവേച്ചർ അവിടെ കൂടും. അപ്പൊ ഫോക്കൽ ലെന്ത് എന്ത് സംഭവിക്കും? ഫോക്കൽ ലെന്ത് അവിടെ കുറയും. ഇനി ദൂരെയുള്ള വസ്തുക്കളെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് സിലിയറി മസിൽസ് അവിടെ റിലാക്സ് ആവുകയാണ്. റിലാക്സ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുത്തെ കർവേച്ചർ വലിയ കർവേച്ചർ എന്ന കർവേച്ചർ അവിടെ എന്ത് സംഭവിച്ചു? കർവേച്ചർ അവിടെ കുറയും, അതൊരു ഫ്ലാറ്റ് ആവും, ഈ ലെൻസ് ഫ്ലാറ്റ് ആവും. അപ്പൊ എന്താണ്? കർവേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ ഫോക്കസ് ദൂരം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കാണുമ്പോൾ ഈ ഫോക്കൽ ലെന്ത് അവിടെ വ്യത്യാസം വരും അല്ലേ? ഫോക്കൽ ലെന്തിന് വ്യത്യാസം വന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് റെറ്റിനൽ ഇമേജ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കോട്ടെ. ഈ 2 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോട്ട് ദാറ്റ് എ ക്ലിയർ ഇമേജ് വാസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ സെയിം പൊസിഷൻ വെൻ ദ ലെൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഫോക്കൽ ലെന്ത് വാസ് യൂസ്ഡ്. ഇല്ല, അനുയോജ്യമായ ഫോക്കസ് ദൂരമുള്ള ലെൻസ് ഉപയോഗിച്ചിട്ടപ്പോഴാണ് നമുക്ക് അതേ സ്ഥാനത്ത് വ്യക്തമായ പ്രതിബിംബം കിട്ടിയത്. ഇനി വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻസ് ടു ഗെറ്റ് ദ ക്ലിയർ ഇമേജ് അറ്റ് ദ സെയിം പൊസിഷൻ ദ ഫോക്കൽ ലെന്ത് ഓഫ് ദ ലെൻസ് മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി. ക്ലിയർ ആയല്ലോ? അതായത് വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വസ്തു ഇരിക്കുമ്പോൾ ദൂരെ ആയിരുന്നാലും അടുത്തായിരുന്നാലും വസ്തു ഇരിക്കുമ്പോൾ നമുക്ക് എവിടെ കിട്ടണം? ഇവിടെ ഈ റെറ്റിന ഉണ്ടല്ലോ, റെറ്റിനയിലാണ് നമുക്ക് ഇമേജ് കിട്ടേണ്ടത്. അപ്പൊ അവിടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലെൻസിന്റെ ഫോക്കസ് ദൂരം നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലെൻസിന്റെ ഫോക്കസ് ദൂരം ആരാണ് ക്രമീകരിക്കുന്നത്? സിലിയറി മസിൽസുകളാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ, ഹൗ ആർ ഇമേജസ് ഓഫ് ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെന്റ് ഡിസ്റ്റൻസസ് ഫോംഡ് ഓൺ ദ റെറ്റിന. ഇതുപോലെ വ്യത്യസ്ത അകലങ്ങളിൽ ഇരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ റെറ്റിന രൂപപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്? ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ചേഞ്ചിങ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ് ഇൻ ദ ഐയുടെ എന്താണ്? ലെൻസിന്റെ ഉണ്ടല്ലോ, ലെൻസിന്റെ കർവേച്ചർ അവിടെ ചേഞ്ച് ചെയ്യും. ആരാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സിലിയറി മസിൽസ് ബൈ ചേഞ്ചിങ് ദ ഫോക്കൽ ലെങ്ത്. കർവേച്ചർ അവിടെ ചേഞ്ച് ചെയ്തിട്ട് ഫോക്കൽ ലെന്തിന് അവിടെ വേരിയേഷൻ വരുത്തുകയാണ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ? സിലിയറി മസിൽസ് കൺട്രാക്ട്. ഓർത്തോളോട്ടോ, മെയിൻ പോയിന്റ് ആണ് കേട്ടോ. സിലിയറി മസിൽസ് കൺട്രാക്ട്, the curvature of the lens increases and the focal length decreases. കണ്ണിലെ സിലിയറി പേശികളുടെ സഹായത്താൽ കണ്ണിന്റെ ലെൻസിന്റെ വക്രത ക്രമീകരിച്ച് അതിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. സിലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു, ഫോക്കസ് ദൂരം കുറയുന്നു. സിലിയറി പേശികൾ സങ്കോചിക്കുന്ന എപ്പോഴാണ്? നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ കേട്ടോ, അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ സിലിയറി പേശികൾ എന്താണ് സംഭവിക്കുന്നത്? സങ്കോചിക്കും. അപ്പം കർവേച്ചർ അവിടെ കൂടും. അപ്പൊ ഫോക്കൽ ലെന്ത് അവിടെ കുറയും. ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എങ്ങനെയാണ്? സിലിയറി മസിൽസ് റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. റിലാക്സ് ആകുമ്പോൾ കർവേച്ചർ അവിടെ എന്ത് സംഭവിക്കും? കർവേച്ചർ കുറയും. അപ്പൊ ഫോക്കൽ ലെന്ത് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫോക്കൽ ലെന്തിന് കേട്ടോ, അങ്ങനെ ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ഉണ്ടല്ലോ, ഫോക്കസ് ദൂരത്തിന് വ്യത്യാസം വരുത്തിയാണ് നമുക്ക് കറക്റ്റ് പൊസിഷൻ, അതായത് റെറ്റിനയിൽ ഇമേജ് രൂപപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഒരുപാട് അകലെയുള്ളതും ഒരുപാട് അടുത്തിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കില്ല. റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിനുള്ളിലുള്ള ഒരു പർട്ടിക്കുലർ ദൂരം ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ?
ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വൈ ലുക്കിംഗ് അറ്റ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്? അല്ലെ, അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഓർക്കുന്നുണ്ടോ? അടുത്തുള്ള വസ്തുക്കൾ പ്രത്യേകം ഓർത്തോട്ട്, അടുത്തുള്ള വസ്തുക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. ഓർക്കോട്ടോ, കൺട്രാക്ട് ചെയ്യും. സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ കർവേച്ചർ എന്ത് സംഭവിക്കും? കർവേച്ചർ കൂടും. ആ സമയം ഫോക്കൽ ലെങ്ത് അവിടെ കുറയും. മനസ്സിലായല്ലോ? ഇനി അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സിലിയറി മസിൽസ് അവിടെ റിലാക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. റിലാക്സ് ചെയ്യുമ്പോൾ എന്താണ്? കർവേച്ചർ എങ്ങനെയാണ്? കുറയും. റിലാക്സ് ചെയ്യുമ്പോൾ കർവേച്ചർ കുറയും, അതായത് ഫ്ലാറ്റ് ആവുകയാണ്, ലെൻസ് ഫ്ലാറ്റ് ആവും. അപ്പം എന്താണ്? ഫോക്കൽ ലെങ്ത് അവിടെ കൂടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ്? വാട്ട് ചേഞ്ച് വിൽ കോസ് ഇൻ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ബൈ ലുക്കിംഗ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്? ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഇല്ലേ എന്ത് സംഭവിക്കും? കർവേച്ചറിന് എന്ത് സംഭവിക്കും? കർവേച്ചർ അവിടെ കുറയുന്നു, അതായത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഡിക്രീസസ് ഇല്ലേ, കുറയുന്നു എന്ന് പറയാം. വാട്ട് അബൌട്ട് ദ ഫോക്കൽ ലെങ്ത് വെൻ ദ കർവേച്ചർ ഡിക്രീസസ്? കർവേച്ചർ കുറയുമ്പോൾ ഫോക്കസ് ദൂരത്തിന് എന്ത് സംഭവിക്കും? കർവേച്ചർ കുറയുമ്പോൾ ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസസ്, കൂടുന്നു എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അടുത്തുള്ള വസ്തുക്കൾ എന്താണ് നോക്കുമ്പോൾ കൺട്രാക്ട് ചെയ്യുവാണ്, അപ്പൊ കർവേച്ചർ കൂടും, ഫോക്കൽ ലെങ്ത് കുറയും. അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എങ്ങനെയാണ്? റിലാക്സ് ചെയ്യും, അപ്പൊ കർവേച്ചർ അവിടെ കുറയും. കർവേച്ചർ കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് അവിടെ കൂടും. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണിന്റെ ഒരു എബിലിറ്റി ആണ്. ഈ ലെൻസ് ഉണ്ടല്ലോ, ഈ സിലിയറി മസിൽസ് ആണ് ഈ കൺട്രാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് ഇല്ല. അതെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഒരു എബിലിറ്റി ആണ്. അതായത് വസ്തു എവിടെ ഇരുന്നാലും, വസ്തു ദൂരെ ഡിസ്റ്റന്റ് ആയിട്ട് ഇരുന്നാലും, അതുപോലെ തന്നെ അടുത്തിരുന്നാലും, ഒബ്ജക്റ്റ് ദൂരെ ഇരുന്നാലും അടുത്തിരുന്നാലും പ്രതിബിംബം നമുക്ക് എവിടെ തന്നെ കിട്ടണം? ഇമേജ് നമുക്ക് റെറ്റിനയിൽ തന്നെ കിട്ടണം. അല്ലെ, ഇമേജ് എങ്ങനെയാണ്? റെറ്റിനയിൽ തന്നെ കിട്ടണം. അപ്പം റെറ്റിനയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ലെൻസിന്റെ വക്രത അല്ലെങ്കിൽ കർവേച്ചർ അവിടെ വ്യത്യാസപ്പെടുത്തി ഫോക്കൽ ലെങ്ത് അവിടെ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും കേട്ടോ. പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് സമഞ്ജനക്ഷമത എന്ന് പറയും കേട്ടോ. സമഞ്ജനക്ഷമത എന്ന് പറയും കേട്ടോ. സമഞ്ജനക്ഷമത കേട്ടോ. സമഞ്ജനക്ഷമത, പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത എന്നാണ് പറയുന്നത്. വസ്തു എവിടെ ഇരുന്നാലും കണ്ണിന്റെ കർവേച്ചറിൽ വ്യത്യാസം വരുത്തിയിട്ട് ഫോക്കൽ ലെങ്ത് അവിടെ വ്യത്യാസം ക്രമീകരിക്കണം. ആ ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത. ഓക്കെ ആണല്ലോ? ഇതാ നോക്കൂ കേട്ടോ. ദ എബിലിറ്റി ഓഫ് ദ ഐ to change the curvature of the lens and adjust the focal length so that image of the object always fall on the retina. ഒബ്ജക്റ്റിന്റെ ഇമേജ് എപ്പോഴും റെറ്റിനയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. റിഗാർഡ്ലെസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെ ഇരുന്നാലും that is known as the power of accommodation of the eye, അല്ലെങ്കിൽ എന്താണ്? സമഞ്ജനക്ഷമത എന്ന് പറയും. മനസ്സിലായല്ലോ? സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ സ്ഥാനം എവിടെ ഇരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ വസ്തു എവിടെ ഇരുന്നാലും, ഒബ്ജക്റ്റ് ദൂരെ ഇരുന്നാലും, ഒബ്ജക്റ്റ് അടുത്തിരുന്നാലും ഇതിന്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടണം. അതായത് വക്രത കർവേച്ചറിൽ വ്യത്യാസം വന്നിട്ട് ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടണം. അത് കണ്ണിന്റെ ഒരു എബിലിറ്റി ആണ്. ഇല്ല, എങ്കിലുള്ള റെറ്റിനൽ ഇമേജ് ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് എബിലിറ്റി ഈസ് നോൺ ആസ് എ പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമത. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും കൃത്യമായ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ റെറ്റിനയിൽ പതിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പക്ഷെ ഒരു പരിധിയുണ്ട്. ഒരുപാട് ദൂരെയുള്ള നമുക്ക് കാണാൻ സാധിക്കില്ല, ഒരുപാട് അടുത്തുള്ളതും കാണാൻ സാധിക്കില്ല. ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിലുള്ള വസ്തുക്കളെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണിന്റെ ഒരു കഴിവ്, അതായത് പവർ ഓഫ് അക്കോമഡേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അകലെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയൊക്കെ അല്ലെങ്കിൽ വ്യത്യസ്ത അകലങ്ങളിലുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്നത്.
ഇനി നമ്മൾ പറഞ്ഞു ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെന്ന് പറഞ്ഞു. ഒരുപാട് ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഇപ്പം ഞാൻ നോക്കി ഈ പിക്ചർ നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോ അല്ലെങ്കിൽ നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ മൂക്കിന്റെ അടുത്തോട്ട് വെച്ച് നോക്കുക. എന്നിട്ട് വായിക്കാൻ പറ്റുമോ നോക്കുക. ഉണ്ടല്ലേ, നമ്മൾ വായിക്കണം എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മൂക്കിന്റെ അടുത്തോട്ട് പുസ്തകം വെച്ച് നിങ്ങൾ വായിക്കാൻ നോക്കുക. വായിക്കാൻ പറ്റുമോ? ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? വായിക്കാൻ പറ്റുമോ? ഇല്ല. വാട്ട് ഇഫ് യു മൂവ് ദ ബുക്ക് എവേ? ബുക്ക് പുറകോട്ട് മാറ്റുക, പുസ്തകം അകലേക്ക് നീക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മൂക്കിന്റെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക, പതിയെ പുറകോട്ട് നീക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഐ ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? അപ്പൊ നമുക്ക് ഈ കണ്ണിൽ നിന്ന് പുറകോട്ട് മാറ്റിയില്ല, പുറകോട്ട് മാറ്റുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിസ്റ്റൻസ് നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. അത് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം അളവെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അളവെന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 25 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായാലോ? അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് വസ്തുക്കളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ കേസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, നോർമലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ 25 സെന്റിമീറ്റർ അകലെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഒരുപാട് അടുത്തിരുന്നാലും കാണാൻ സാധിക്കില്ല, അതുപോലെ ഒരുപാട് ദൂരെ ഇരുന്നാലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു റേഞ്ച് ഉണ്ട്. അപ്പം മിനിമം ഡിസ്റ്റൻസ്, നമുക്ക് ഒബ്ജക്റ്റിനെ കാണാനുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. അളന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ദൂരത്തെ 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് മിനിമം ഡിസ്റ്റൻസ് ആണല്ലോ നമുക്ക് വസ്തുക്കളെ കാണാനുള്ള, വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാനുള്ള കുറഞ്ഞ ദൂരമാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് കേട്ടോ. ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും കേട്ടോ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, അതായത് വ്യക്തമായിട്ട് കാണാനുള്ള അല്ലേ, അതായത് വ്യക്തമായിട്ട് കാണാനുള്ള കുറഞ്ഞ ദൂരം. ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കാണാനുള്ള കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം അതിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കാണാൻ, അങ്ങനെ ഒരു 25 സെന്റിമീറ്റർ മാറ്റി നമ്മളൊരു വസ്തുവിനെ കാണുമോ? അപ്പൊ ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ്. ഇപ്പൊ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിവിടെ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റിന് ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് കാണാം. അതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കാണാം. അത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. 25 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാവാണ് ഈ ഒരു വസ്തുവിനെ കാണുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് നിയർ പോയിന്റ് എന്ന് പറയും. നിയർ പോയിന്റ്, അടുത്ത്, ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള പോയിന്റ്. ഒരു വസ്തുവിനെ കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? നിയർ പോയിന്റ് എന്ന് പറയും. അപ്പൊ നിയർ പോയിന്റ് എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ ആയിരിക്കും. വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദു അല്ല, അടുത്തുള്ള പോയിന്റ് ആണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിയർ പോയിന്റ് എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം ഒരുപാട് ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ നമുക്ക് കഴിയുമോ? ഇല്ല, ഒരു പർട്ടിക്കുലർ ലിമിറ്റിലുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ദൂരമുണ്ട്. ആ കൂടിയ ദൂരത്തിലുള്ള പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫാർ പോയിന്റ് എന്ന് പറയും. ഫാർ പോയിന്റ്, വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദു കേട്ടോ. വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫാർ പോയിന്റ് നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് നമ്മൾ ഇൻഫിനിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇൻഫിനിറ്റി, ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിട്ടും നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആയിട്ടുമാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? ഫാർ പോയിന്റും നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വസ്തുവിനെ ഏറ്റവും അടുത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ആ പോയിന്റ് ആണ് നിയർ പോയിന്റ്. അത് 25 സെന്റിമീറ്റർ ആണ്. വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള പോയിന്റ് ആണ് ഫാർ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഫിനിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നിയർ പോയിന്റും ഫാർ പോയിന്റും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കണമെന്നില്ല അല്ലേ. പല കാരണങ്ങൾ വരാം അല്ലെ. ചിലപ്പോൾ ജന്മന ചിലർക്ക് നമ്മുടെ ഐബോളിന്റെ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ലെൻസിന്റെ ഒക്കെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ കാണണമെന്നില്ല, വ്യത്യാസം വരാം. അപ്പൊ നോർമലി ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. മെഷർ ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് വ്യക്തമായിട്ട് കാണാം, മൂക്കിൻ്റെ അടുത്തുനിന്നും മാറ്റിക്കൊണ്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? 25 സെന്റിമീറ്റർ ആണ് വരുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ.
The nearest point at which an object can be seen clearly is a near point. For healthy eyes, the minimum distance for clear vision is 25 centimeter. മനസ്സിലായോ? എന്താ നോക്കിയാൽ ഈ ദൂരത്തെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നു. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ ആണെന്ന് കണക്കാക്കിയിരിക്കുന്നു. അപ്പം 25 സെന്റിമീറ്റർ അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ നിന്നിട്ടുള്ള ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്ട് ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്ട് ക്യാൻ ബി സീൻ ക്ലിയർലി? ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ദൂരം എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ആ ഒരു പോയിന്റിനെ നമുക്ക് എന്താണ് പറയുന്നത്? ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ഫാർത്തസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്ട് ക്യാൻ ബി സീൻ ക്ലിയർലി ഈസ് എ ഫാർ പോയിന്റ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻഫിനിറ്റി. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ദൂരം എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആണ്. അപ്പം ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ഫാർ പോയിന്റ് എന്ന് പറയും. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ് ഫാർ പോയിന്റ്. അത് അനന്തതയായിട്ട് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിട്ട് കണക്കാക്കുന്നു. മനസ്സിലായല്ലോ? നിയർ പോയിന്റും ഫാർ പോയിന്റും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല, വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അത് കണ്ണിന്റെ ഡിഫക്റ്റ് മൂലം കേട്ടോ വ്യത്യാസം വരാം. ക്ലിയർ ആയല്ലോ? ഇപ്പം നിയർ പോയിന്റും ഫാർ പോയിന്റും കേട്ടോ ഡെഫിനേഷൻ ഒക്കെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് നോക്കിയേ, നിയർ പോയിന്റ് ഈസ് എ നിയറസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ദ ഒബ്ജെക്ട് ക്യാൻ ബി സീൻ ഡിസ്റ്റിങ്ക്ലി. ദ നിയർ പോയിന്റ് ഓഫ് ആൻ ഐ വിത്ത് ഹെൽത്തി വിഷൻ ഈസ് 25 സെന്റിമീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫാർ പോയിന്റ് ഈസ് എ ഫാർത്തസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ഒബ്ജെക്ട് ക്യാൻ ബി സീൻ ഡിസ്റ്റിങ്ക്ലി. ഫാർ പോയിന്റ് ഓഫ് ആൻ ഐ വിത്ത് ഹെൽത്തി വിഷൻ ഈസ് അറ്റ് ഇൻഫിനിറ്റിയിലുമാണ്. മനസ്സിലാക്കുക കേട്ടോ, പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതായത് കൺട്രാക്ട് ചെയ്യുമ്പോൾ കർവേച്ചർ അവിടെ കൂടുവാണ്, ഫോക്കൽ ലെന്ത് കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം തെറ്റിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം അത് മനസ്സിലാക്കിയിരിക്കുക. ദൂരെയുള്ള വസ്തുക്കളാവുകയാണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ കർവേച്ചർ അവിടെ കുറയും, ഫോക്കൽ ലെന്ത് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തുള്ള വസ്തുക്കളാവുകയാണെന്നുണ്ടെങ്കിൽ കർവേച്ചർ അവിടെ കൺട്രാക്ട് ചെയ്യും, ഇല്ല സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യും, കർവേച്ചർ കൂടും, ഫോക്കൽ ലെന്ത് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ പവർ ഓഫ് അക്കോമഡേഷൻ, ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. പിന്നെ നിയർ പോയിന്റും ഫാർ പോയിന്റും, എന്താണ് നിയർ പോയിന്റ്, എന്താണ് ഫാർ പോയിന്റ്, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലുള്ള നമുക്ക് കണ്ണിൻ്റെ ഡിഫക്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിയർ പോയിന്റ് എന്താണ്, അടുത്തുള്ള വസ്തുക്കളെ കാണാനുള്ള ദൂരമാണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. ദെൻ അകലെയുള്ള വസ്തുക്കളെ കാണാനുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാർ പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ പറയുന്നതാണ് ഫാർ പോയിന്റ് എന്ന് പറയും. അത് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മനസ്സിലാക്കുക കേട്ടോ. പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നോട്ട് ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇപ്പം ഇനി നമുക്ക് നോക്കാനുള്ള കണ്ണിൻ്റെ ഡിഫക്ട്സുകളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. പിന്നെയും ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം എങ്കിൽ മാത്രമേ ഉള്ളൂ, കൂടുതൽ ആൾക്കാർ കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇനി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.